കോട്ടയം ജില്ലയിലെ താഴത്തങ്ങാടിയിൽ മീനച്ചിലാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു മുസ്ലിം പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. മാലിക് ദിനാറിന്റെ മകൻ ഹബീബ് ദിനാർ നിർമ്മിച്ചെന്ന് കരുതപ്പെടുന്ന പള്ളിക്ക് ഏകദേശം 1000-ലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. കൂടുതലും തടി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ പള്ളിയുടെ അകത്തളങ്ങളിലെ കൊത്തുവേലകളും തടിയിലെ മറ്റ് കരവിരുതുകളും മറ്റുള്ള വർക്കുകളൊക്കെ അതീവ മനോഹരമാണ്. പള്ളിയെപ്പറ്റിയുള്ള കൂടുതൽ കൗതുകകരമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി പള്ളിയുടെ ഇപ്പോൾ നിലവിലുള്ള ഉസ്താദ് നമ്മളോടൊപ്പം ചേരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് താഴത്തങ്ങാടി ജുമാ മസ്ജിദിൻ്റെ മുൻവശത്താണ്. 1200 വർഷത്തിലധികം പഴക്കമുള്ള പഴയ പുരാതനമായ ഒരു മസ്ജിദാണ്. കോട്ടയത്തെ സംബന്ധിച്ച് ആരാധനാലയം, മുസ്ലിം ആരാധനാലയങ്ങളിൽ ആദ്യമായി ഉണ്ടായ പള്ളിയാണ്. കോട്ടയം എന്ന് മാത്രമല്ല, കേരളക്കരയിലെ പള്ളികളിൽ 3ാമത്തെ പള്ളിയായിട്ടാണ് ഇതിൻ്റെ ചരിത്രം അറിയുന്നത്. മാലിക് ദിനാർ പോലെ, ചേരമാൻ പെരുമാൾ പോലെ കേരളത്തിലെ അറിയപ്പെട്ട 3ാമത്തെ പള്ളിയാണ്. 1200 വർഷത്തെ പഴക്കമുണ്ട്. മാത്രമല്ല, പഴയ ഒരു പഴമ അന്നു മുതൽ ഇന്നു വരെയും അത് നിലനിർത്തി പോരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഴുവൻ തടിയിൽ നിർമ്മിതമാണ്. 8 തൂണുകളിലായി നിലനിൽക്കുന്നൊരു പള്ളിയാണ്. അതിൻ്റെ മേൽക്കൂര മുഴുവനും തടികളാൽ നിർമ്മിതമാണ്. പ്ലാവ്, തേക്ക് എന്ന 2 തടികളിലാണ് അത് നിർമ്മിതമായിട്ടുള്ളത്. വലിയ മനോഹരമാണ് അതിൻ്റെ സ്ട്രക്ചറുകളെല്ലാം. വർക്കുകൾ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെടുത്തുന്ന വർക്കുകളാണ്. 1200 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1200 വർഷം പഴക്കമുള്ള പള്ളിയായിട്ട് ഇപ്പോഴും നമ്മൾ കയറിയാൽ തൊട്ടടുത്ത് പണിത് വെച്ചതുപോലെ നമുക്ക് തോന്നുന്ന വലിയൊരു അത്ഭുതം. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ മനസ്സംതൃപ്തി, ഒരു ആത്മനിർവൃതി ഉണ്ടാക്കുന്ന, ഒരു സംതൃപ്തി ഉണ്ടാക്കുന്ന ഒരു അനുഭൂതിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പറ്റുന്നത്. പഴയകാല ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വലിയ ഒരു വാണിജ്യ മേഖലയായിരുന്നു ഇതെന്നുള്ളതാണ്. ശരിക്കും പഴയ കാലത്ത് കോട്ടയത്തിൻ്റെ ടൗൺ ഹൃദയം ഇവിടെയായിരുന്നു. വ്യവസായവുമായി ബന്ധപ്പെട്ട് വിവിധ നാടുകളിൽ നിന്ന്, വിദേശ നാടുകളിൽ നിന്ന് ജലധാരയിലൂടെ യാത്രക്കാർ വന്നിരുന്നു. സാധനങ്ങൾ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തത് വലിയ ഒരു വാണിജ്യ മേഖലയായിരുന്നു നമ്മുടെ ഈ മേഖല. അപ്പം അങ്ങനെയാണ് ഈ താഴത്തങ്ങാടി എന്ന പേര് തന്നെ ഈ നാടിന് കിട്ടുന്നതിന് കാരണം. അങ്ങാടി എന്നതാണ് അതിൻ്റെ പ്രധാനം, താഴത്തങ്ങാടി. അപ്പോൾ ഇതൊരു വലിയൊരു പട്ടണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതായിരുന്നു പഴയ കാലത്തെ കോട്ടയത്തിൻ്റെ പട്ടണം. പിന്നീട് വികസിച്ച് എന്ത് ചെയ്തതാണ്, അങ്ങോട്ട് നീങ്ങിപ്പോയതാണ്. അപ്പോൾ പഴയ ജലധാരയിലൂടെയുള്ള വ്യവഹാര ഒരു മേഖലയുടെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു. വിവിധ നാടുകളിൽ നിന്ന്, വിവിധ ഭാഷാദേശ വ്യത്യാസമില്ലാത്ത
ഒരുപാട് ആളുകൾ കച്ചവടാർത്ഥം ഇവിടെ വരികയും ഈ നാടിനെ പരിചയപ്പെടുകയും ചെയ്ത വലിയ ഒരു മഹത്വം കൂടി ഈ നാടിന് പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ താഴത്തങ്ങാടി എന്നത് തീർച്ചയായും കോട്ടയത്തിന് മാത്രമല്ല, കേരളക്കരയിൽ താഴത്തങ്ങാടിയെ സംബന്ധിച്ച് ഒരു പരിചിതമാണ്, ഈ പള്ളി പരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പള്ളിയെ സംബന്ധിച്ച് അറിയുന്നവരും കേൾക്കുന്നവരും വായിക്കുന്നവരുമെല്ലാം ഒരു വിസിറ്റേഴ്സുകളായി ഇവിടെ എത്തുകയും ഇത് അത്ഭുതപൂർവ്വം അത് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ധാരാളം ആർക്കിടെക്റ്റുകൾ ഇത് വരുന്നുണ്ട്, ഇതിൻ്റെ വർക്കുകൾ വീക്ഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഠന വിധേയമാക്കുന്നുണ്ട്. പുരാവസ്തു ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളടക്കം ഈ അടുത്ത സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 52ഓളം വിദ്യാർത്ഥികൾ അധ്യാപകരടക്കം ഇത് വന്നിരുന്നു, അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിദേശ നാടുകളിൽ നിന്നെല്ലാം മിക്കവാറും വരുന്നവരെല്ലാം, അപ്പോൾ ഈ ഒരു ടൂറിസ്റ്റ് ആണെങ്കിൽ പോലും ഈ നാട്ടിലെത്തിയാൽ പുരാതന മസ്ജിദ് എന്ന നിലയിൽ താഴത്തങ്ങാടി പള്ളി ദർശിക്കാതെ ആരും പോകലില്ല. ഒറ്റക്കല്ലിലായി തീർത്തിരിക്കുന്നു. ഇതിൻ്റെ ആഴം, ഇതിൻ്റെ വീതിയല്ല, ഒരു കല്ലാണ്, ഒരു കല്ലിൻ്റെ പീസാണ്, ഒറ്റക്കല്ല്, ഒരു പീസും ഇല്ല. കറക്റ്റ് ശ്രദ്ധിച്ചാൽ അറിയാം. അത് ഈ ശേഷം ഈ വെച്ചിട്ടുള്ള ഒരു പീസ് എന്നല്ലാതെ ബാക്കിയുള്ളത് ഒറ്റ പീസാണ്. ഇതിലായിരുന്നു അംഗശുദ്ധി വരുത്തുന്നതിനും അതുപോലെ കാല് കഴുകി കാലും കയ്യൊക്കെ കഴുകാൻ ഒതുവെടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയകാലത്തെ സംഭവം ഇതാണ്. അത് മെയിൻ കവാടത്തിൽ നിന്ന് കയറി ഇവിടെ വന്ന് കാല് കഴുകി അംഗശുദ്ധി ഇരുത്തിയിട്ട് വേണം പള്ളിയിലേക്ക് കയറാൻ. കയറി വരുമ്പോൾ തന്നെ തെക്ക് ഭാഗത്ത് ആദ്യം കാണുന്നത് പഴയ കാലത്ത് സമയങ്ങൾ നോക്കാൻ യാതൊരു ഉപാധികളും ഇല്ലാതിരുന്ന കാലം ഈ നിഴലിൻ്റെ അളവ് നോക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഉയർന്ന സാധനം വെച്ചിട്ട് ഇതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് ആ അളവനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സമയം നിശ്ചയിക്കുക. അപ്പോൾ ആ വടി, ആ നിഴൽ അതിനോളമായാൽ ഉച്ച നമസ്കാരത്തിൻ്റെ സമയമായി. ആ നിഴൽ പകുതിയിലധികം, അതായത് എന്ത് ചെയ്തു, അതിലും ചുരുങ്ങിയിട്ടുണ്ട് എങ്കിൽ അടുത്ത നമസ്കാരത്തിൻ്റെ സമയം. ഒരു പ്രത്യേകതരം ലോക്കാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഒരുപാട് പേരെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി. ഇത് കണ്ടോ, സത്യം മനസ്സിലായില്ലേ? കണ്ടോ, 3 ആയി വരും. എന്നാ വലിച്ച കണ്ടോ, കണ്ടോ? എപ്പോഴും നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇമാമ നേതൃത്വം കൊടുക്കുന്ന സ്ഥലമാണിത്. വെള്ളിയാഴ്ച മറ്റ് 5 നേരത്തെ നമസ്കാരങ്ങൾക്കെല്ലാം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. പുറകിൽ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നു, ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സ്ഥലം. ഈ കാണുന്നൊരു സ്പീച്ച് സ്റ്റാൻഡാണ്. അത് സന്ദേശം കൊടുക്കാനും പ്രഭാഷണം നടത്താനും ഒക്കെ ഉള്ളതാണ്. ഇത് മിമ്പറാണ്. ഇത് വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രം ഉപയോഗിക്കും. ഇമാമ് മുകളിൽ കയറി നിന്ന് ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് അറബിയിൽ മാത്രം ഭാഷണം നടത്തുന്നൊരിടമാണ്. അതെ, വെള്ളിയാഴ്ചയും പെരുന്നാൾ ദിവസവും മാത്രം അറബിയിലെ ഇവിടെ ഭാഷണം നടത്തുള്ളൂ. ഇവിടെ മലയാളത്തിലും ഏത് ഭാഷയിലും ഇവിടെ സംസാരിക്കും. പക്ഷേ ഇതിൽ അറബിയിൽ മാത്രമേ സംസാരിക്കൂ. വെള്ളിയാഴ്ച ദിവസങ്ങളിലും അറബിയിൽ മാത്രം സ്പീച്ച് ചെയ്യുന്നത്. ഇത് പഴയ കാലത്ത് അന്നുണ്ടാക്കിയതിന് ഒരു മാറ്റം വന്നിട്ടില്ല. സ്റ്റെയർ കയറി വരുന്നു. കയറി വന്നാൽ പിന്നെ കാണുന്നത് താഴത്തെ പോലെ ഒറ്റ ഹാളാണ്. ഇവിടെയും പ്രയർ നടക്കും പെരുന്നാൾ ദിവസങ്ങളിൽ. വെള്ളി ദിവസങ്ങളിലും പെരുന്നാൾ ദിവസങ്ങളിലും ഇവിടെ എല്ലാം ഫുള്ളാണ്. ഇന്നുണ്ട്, ഇന്ന് ഫുള്ള്. അവധി ദിവസം കൂടി ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനം കൂടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഞാനെല്ലാം താഴെയാണ്. ഇവിടെ എല്ലാം ശബ്ദം സംവിധാനം ചെയ്തിട്ടുണ്ട്. ബോക്സ് ശബ്ദം ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ നീക്കുപോക്കുകൾ, ഇമാമിൻ്റെ നീക്കുപോക്കുകൾ അറിയാൻ അവിടെ ചെറിയൊരു അറയുണ്ട്. അപ്പോൾ മുന്നിലിരിക്കുന്ന ഒരാളിന് എൻ്റെ നീക്കുപോക്കുകൾ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയും. കണ്ടോ, കണ്ടില്ലേ? ഇവിടെ ഒന്ന് എടുത്താൽ ഇവിടെ നിന്ന് എടുക്കുക, ഇവിടെ ഒന്ന് എടുത്താലും കൃത്യമായി കാണുക. കണ്ടോ? കണ്ടില്ലേ?
ഇല്ലേ മുകളിലൊക്കെ കയറ്റി വെച്ചിരിക്കുന്ന പീസുകളെന്ന് പറയുന്നത് സത്യത്തിൽ കണ്ടല്ലേ വലിയ പീസുകളാണ്. അപ്പോൾ താഴെ കണ്ടപ്പോൾ ഉണ്ടല്ലേ ഇത് മുഴുവൻ ഇതിനകത്ത് ഇത് അതിൻ്റെ അടിഭാഗം ഭിത്തിയാണെങ്കിലും ഈ ഭിത്തി കാണാത്ത വിധം മുഴുവൻ തടി കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് മുഴുവൻ. കണ്ടില്ലേ? ഇത് പോരാഞ്ഞിട്ട് അടുത്ത കവറിങ് ഇതാ കണ്ടോ, മുഴുവൻ കവറിങ്ങാണ്. അതെ, തീർച്ചയായും. അതെ 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 അതെ. പിന്നെ തീർച്ചയായിട്ടും അത് ഇത് തന്നെ ഒരു ഉദാഹരണമാണ്. പഴയ കാലത്ത് ഇവിടെ നിന്നാണ് വെള്ളം പള്ളിക്കകത്ത് അംഗശുദ്ധി വരുത്താനും മറ്റുമെല്ലാം ഇവിടെ നിന്നായിരുന്നു വെള്ളം ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ജലസ്രോതസ് എന്ന നിലയ്ക്ക് അത് ഇപ്പോഴും അത് തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിനുള്ള മുഴുവൻ വെള്ളത്തിൻ്റെയും ഈ കുളത്തിൽ നിന്ന് തന്നെ കിട്ടുകയാണ്. ഇതുവരെയും വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. നമ്മുടെ കുടിവെള്ളമാണെങ്കിലും അല്ല, കുടിവെള്ളത്തിന് വേറെ കിണറുണ്ട് എങ്കിലും, പക്ഷേ ഇതാണ് അതിൻ്റെ ഉറവയുടെ കേന്ദ്രമെന്ന് പറയുന്നത്. എപ്പോഴും വെള്ളമുണ്ടാകും, എപ്പോഴും വെള്ളം. ഇല്ല യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ്.